ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒന്നാണ് സ്ക്വയേർഡ് ആൻഡ് ഡിഫൈൻഡ് ആയിട്ടുള്ള ജോ ലൈൻ. ബിക്കോസ് സ്ട്രക്ചേർഡ് ഫേസ് അട്രാക്റ്റീവ് ആണ്, മസ്കുലർ ആണ്, യൂത്ത്ഫുൾ അപ്പിയറൻസ് തരുന്നു ആൻഡ് മോർ അപ്പീലിംഗ് ആണ്. ഇത് നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജോ ലൈൻ എങ്ങനെ എൻഹാൻസ് ചെയ്യാമെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഷാർപ്പ് ജോ ലൈൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെയുള്ള മെൻസ് ഫാഷൻ, ലൈഫ് സ്റ്റൈൽ, ഗ്രൂമിംഗ്, ഹെയർ സ്റ്റൈൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഡ്യൂസ് സോഡിയം ഇൻടേക്ക്. ഹൈ എമൗണ്ട് ഓഫ് സോഡിയം ഇൻടേക്ക്, അതായത് ഒരുപാട് ഉപ്പ് കൺസ്യൂം ചെയ്യുന്നത് ഫേസിൽ ബ്ലോട്ടിങ്ങും വാട്ടർ റിട്ടൻഷനും ഉണ്ടാക്കുന്നു. ഡിന്നറിന് നല്ല സോൾട്ടി ആൻഡ് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിച്ച് പിറ്റേന്ന് രാവിലെ പഫി ഫേസ് കാണാനുള്ള കാരണവും ഇതാണ്. അതുപോലെ ഒരുപാട് പഞ്ചസാര കഴിക്കുന്നത് ഫേസ് ഫാറ്റ് ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇത് രണ്ടും റെഡ്യൂസ് ചെയ്യുന്നതിലൂടെ ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിനുള്ള സൊല്യൂഷനാണ് ടിപ്പ് നമ്പർ 2, ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്നത് എക്സസ് സോഡിയം ബോഡിയിൽ നിന്ന് ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാനും ഹൈഡ്രേറ്റഡ് ആക്കാനും അങ്ങനെ ഫേസിലെ പഫിനെസ് റെഡ്യൂസ് ചെയ്ത് ഡിഫൈൻഡ് ആയിട്ടുള്ള ജോ ലൈൻ വരാനും സഹായിക്കുന്നു. ഒരുപാട് വെള്ളം കുടിക്കുന്നത് ഓവറോൾ ഹെൽത്തിനും നല്ലതാണ്. ഫിക്സ് യുവർ പോസ്ചർ. മൊബൈലിലും കമ്പ്യൂട്ടറിലും കൂനിക്കൂടിയിരുന്ന് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബാഡ് പോസ്ചർ ലൈക്ക് നേർഡ് നെക്ക് AKA ടെക് നെക്ക്, ഡബിൾ ചിൻ ഉണ്ടാക്കാനും ജോ ലൈൻ ഡെഫിനിഷൻ കളയാനും കാരണമാകുന്നു. ഓൺ ദ ഫ്ലിപ്പ് സൈഡ്, തല സ്ട്രെയിറ്റ് ആക്കി ചിൻ ഉയർത്തിപ്പിടിച്ച് ഷോൾഡർ ബാക്കിലേക്കാക്കി പോസ്റ്റർ ഫിക്സ് ചെയ്യുന്നതിലൂടെ ജോ ലൈന് കൂടുതൽ ഡെഫിനിഷൻ കൊടുക്കാനും സാധിക്കും. ലോ ബോഡി ഫാറ്റ്. ഓൾറെഡി നമുക്ക് സ്കൾപ്ചേർഡ് ജോ ലൈനും സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫേസും ഉണ്ട്. ബട്ട് ഫേസ് ഫാറ്റ് ഉള്ളത് കൊണ്ട് അത് കവർ ആയിരിക്കുന്നു എന്ന് മാത്രം. ഫേസിലെയും ചിന്നിലെയും കവിളിലെയും ഫാറ്റ് കളയാൻ ഓവറോൾ ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യുക. ഫേസിലെ ഫാറ്റ് മാത്രമായിട്ട് നമുക്ക് കളയാൻ സാധിക്കില്ല. അതിനായി ഓവറോൾ ബോഡി ഫാറ്റ് കളയണം. ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാൻ ജങ്ക് ഫുഡ് കട്ട് ചെയ്യുക, എക്സസൈസ് ചെയ്യുക, എസ്പെഷ്യലി കാർഡിയോ, നിറയെ വെള്ളം കുടിക്കുക, കലോറി ഡെഫിസിറ്റ്, അതായത് കൺസ്യൂം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കലോറി ബേൺ ചെയ്യുക. ലോ ബോഡി ഫാറ്റ് നാച്ചുറലി നിങ്ങൾക്ക് ഷാർപ്പ് ആൻഡ് പ്രോമിനൻ്റ് ആയ ജോ ലൈനും ചീക്ക് ബോണും തരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജോ ലൈൻ ഡെഫിനിഷൻ കൊണ്ടുവരാൻ സാധിക്കും. ഓൾവേസ് റിമെമ്പർ, ബോൺ സ്ട്രക്ചർ ജെനറ്റിക്സിൻ്റെ കയ്യിലാണ്. ബട്ട് സ്റ്റിൽ ജോ ലൈൻ കൂടുതൽ ഡെവലപ്പ് ആക്കാൻ ചെയ്യാൻ പറ്റുന്ന ബാക്കി കാര്യങ്ങൾ കൂടി നോക്കാം. ഫേഷ്യൽ എക്സസൈസ്. ഫേഷ്യൽ എക്സസൈസ് ചെയ്യുന്നതിലൂടെ ജോ, നെക്ക്, ഫേസിലുള്ള മസിൽസ് സ്ട്രെങ്തനാക്കി ഷാഗിനെസ് കുറച്ച് സ്കിൻ ടൈറ്റൻ ചെയ്ത് ജോ ലൈൻ കൂടുതൽ പ്രൊണൗൺസ്ഡ് ആയിട്ട് കാണിക്കുന്നു. ജോ ലൈന് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സസൈസാണ് ചൂയിങ് ഗം. ഇത് നിങ്ങളുടെ ജോ ഏരിയയിലെ മസിൽ ഡെവലപ്പ് ചെയ്യുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള സ്ക്വയർ ഫേസ് തരാൻ സഹായിക്കുന്നു. അല്ലെങ്കിൽ ജോ ലൈൻ ഡെവലപ്പ് ചെയ്യാനുള്ള ചൂവിങ് ടൂൾസ് ഒക്കെ ഓൺലൈനിലും മറ്റും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആ ഒരു വഴിയും നോക്കാവുന്നതാണ്. കൂടാതെ ജോ ലൈന് വേണ്ടിയുള്ള കുറച്ച് എക്സസൈസസ് ഇനി പറയാം. 1, ചിൻ ലിഫ്റ്റ്സ്. അപ്പർ ലിപ്സ് മുകളിലാക്കിക്കൊണ്ട് മുകളിലേക്ക് പതുക്കെ നോക്കുക, തിരിച്ച് താഴേക്ക് കൊണ്ടുവരിക, ദെൻ റിലാക്സ്. വീണ്ടും അപ്പർ ലിപ്സ് മുകളിലാക്കിക്കൊണ്ട് ഇത് ചെയ്യുക. 10-15 മിനിറ്റ് ഇത് റിപ്പീറ്റ് ചെയ്യുക. 2, ഫിഷ് ഫേസ്. ചീക്സ് സക്കിൻ ചെയ്ത് 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, ദെൻ റിലാക്സ്. 10-15 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. 3, ബബിൾ ഫേസ്. ചുണ്ടുകൾക്കിടയിലൂടെ ശ്വാസം പോവാത്ത രീതിക്ക് കവിള് ഈ കാണുന്നത് പോലെ വീർപ്പിച്ച് വെക്കുക. മരിക്കേണ്ട എങ്കിൽ മൂക്കിൽ കൂടെ ശ്വാസം വിടാവുന്നതാണ്. 30 സെക്കൻഡ് ഓർ പറ്റുന്നത് വരെ ഇത് ഹോൾഡ് ചെയ്യുക, ദെൻ റിലീസ്. 10-15 തവണ ഇത് റിപ്പീറ്റ് ചെയ്യുക. 4, വൊവൽ. വായ വൈഡായി ഓപ്പൺ ചെയ്തുകൊണ്ട് OE എന്ന അക്ഷരം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ മൗത്ത്, ചീക്ക്, ജോ ഏരിയയിലെ മസിൽസ് എൻഗേജ് ആവുന്നു. ഇത് 10-15 തവണ റിപ്പീറ്റ് ചെയ്യുക. ഗ്രോ ഔട്ട് ഫേഷ്യൽ ഹെയർസ്. താടി വളർത്തി റെഗുലറായിട്ട് ഷേപ്പ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ജോ ലൈൻ എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. ചിൻ ഏരിയയിൽ കൂടുതൽ വോളിയം വരുന്ന രീതിക്ക് താടി വളർത്തുകയാണെങ്കിൽ അത്രയും നല്ലത്. യെസ്, ഐ നോ, എല്ലാവർക്കും ഫേഷ്യൽ ഹെയർസ് വളർത്താൻ സാധിക്കില്ല. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒന്നാണ് സ്റ്റബിൾ ബിയർഡ്. ആദംസ് ആപ്പിളിന് താഴെയുള്ള ഹെയർ ഷേവ് ചെയ്യുക, മുകളിലുള്ളത് കീപ്പ് ചെയ്യുക. മറ്റൊരു ഫേഷ്യൽ ഹെയർ സ്റ്റൈലാണ് ഗോട്ടി. ഇത് ചിൻ ഏരിയയിൽ കൂടുതൽ ഷാർപ്പാക്കി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ജോ ലൈൻ്റെ ഇല്യൂഷൻ ക്രിയേറ്റ്. ഗ്വാഷ ഫേസിൽ ഗ്ലൈഡ് ചെയ്ത് മസാജ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഇത് ഫേസിലെ ബ്ലോട്ടിംഗ് റെഡ്യൂസ് ചെയ്യാനും ജോ ലൈനും ഫേസും കൂടുതൽ സ്കൾപ്ചർഡ് ആക്കാനും സഹായിക്കുന്നു. മാത്രമല്ല ഗ്വാഷ കൊളാജൻ പ്രൊഡക്ഷൻ, ബ്ലഡ് ഫ്ലോ ബൂസ്റ്റ് ചെയ്യുന്നു, സ്കിന്നിനെ ഫേം ആൻഡ് യങ്ങർ ലുക്കിംഗ് ആക്കുന്നു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഹ്യൂജ് ആയിട്ടുള്ള ഡിഫറൻസ് കാണാൻ സാധിക്കും. റിമെമ്പർ, ബോൺ സ്ട്രക്ചർ ജെനറ്റിക്സിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഉണ്ടാവുക. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ആയില്ലെങ്കിലും സർജറിയിലൂടെയൊക്കെ നിങ്ങൾക്ക് ജോ ലൈൻ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. See you on next one. Stay connected, stay healthy.